Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിന്ന് ടൈം കൺജങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ്, രണ്ട് സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ട് ക്ലോസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാക്കാണ് കൺജങ്ഷൻ. ഇവിടെ നമ്മൾ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കൺജങ്ഷൻസ് ആണ് പഠിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും സൈറ്റ്, സൈഡേം, ബിസ്. അപ്പം ഇത് മൂന്നും എന്താണെന്നും ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. കാരണം നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ ഇത് തെറ്റി ഉപയോഗിച്ചാൽ അർത്ഥം തന്നെ മാറിപ്പോവും. ഓക്കെ, അപ്പം സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ സൈറ്റ് എന്ന് വെച്ചാൽ സിൻസ് അല്ലെങ്കിൽ ഫോർ, അന്ന് തൊട്ട്. യൂസ് ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് അൺടിൽ നൗ. ഭൂതകാലത്തിൽ എപ്പോഴോ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാണിക്കാനാണ് നമ്മൾ സൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ആരോ നോക്കിയാൽ കണ്ടോ, ഇത് ആരോ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നിന്നിട്ടില്ല. മുമ്പ് എപ്പോഴോ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ സൈറ്റ് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സൈറ്റ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. പ്രപ്പോസിഷൻ ആയിട്ടും യൂസ് ചെയ്യാം, കൺജങ്ഷൻ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് യൂസേജും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രപ്പോസിഷൻ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇഷ് വോണ് സൈറ്റ് 2020 in Deutschland. Ich wohne seit 2020 in Deutschland. അപ്പം ഞാൻ 2020 മുതൽ ജർമ്മനിയിലാണ് താമസിക്കുന്നത്. ഇപ്പം 2020 മുതൽ 2026 വരെ. ഓക്കെ, അപ്പം ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് കാണിക്കുവാണ്. Sie lernt seit einem Jahr Deutsch. അവൾ ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ അവർ ഒരു കൊല്ലം കൊണ്ട് ജർമ്മൻ പഠിക്കുകയാണ്. അപ്പം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ജർമ്മനിയിലാണ് ജീവിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ ഇതൊരു പ്രപ്പോസിഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൺജങ്ഷൻ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. Seit ich in Deutschland bin, lerne ich Deutsch. ഇതിൽ നമ്മൾ ഈ സൈറ്റ് വെച്ചാണ് തുടങ്ങിയതല്ലേ. അപ്പോൾ ഈ കൺജങ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേർബ് എവിടെ പോയി? ലാസ്റ്റ് പോയി, സെൻറ്റൻസിൻ്റെ അവസാനം പോയി. വേർബ് കോമ വേർബ് എന്നുള്ളൊരു സെൻറ്റൻസ് സ്ട്രക്ചറായി ഇതിന്. ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്തത്? വേർബ് കോമ വേർബായി അല്ലേ ഇവിടെ. അപ്പം ഗ്രാമാറ്റിക് ശ്രദ്ധിക്കുക. സൈറ്റ് ഇഷ് ഇൻ ഡോയ്ച്ച്ലാൻഡ് ബിൻ, ലേർണ് ഇഷ് ഡോയ്ച്ച്. ഞാൻ ജർമ്മനിയിൽ വന്നതിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ജർമ്മൻ പഠിക്കുന്നു. അപ്പം ഇവിടെ വേർബ് ഗോസ് ടു ദ എൻഡ് ബിക്കോസ് ഇറ്റ്സ് എ കൺജങ്ഷൻ. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് യൂസേജും സൈറ്റിൻ്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വളരെ സിമിലർ ആയിട്ടുള്ള സൈഡേം നോക്കാം. സൈഡേം എന്ന് വെച്ചാൽ സെയിം അർത്ഥം തന്നെയാണ്, നമ്മുടെ സൈറ്റിൻ്റെ തന്നെ അതേ അർത്ഥമാണ്. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ആസ് എ കൺജങ്ഷൻ, നോട്ട് എ പ്രപ്പോസിഷൻ. ഓക്കെ, ഇത് കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നു, പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. സെയിം ഐഡിയ ആസ് സൈറ്റ് ബട്ട് മോർ ഫോർമൽ ഓർ കണക്റ്റിംഗ് ടു സെൻറ്റൻസസ്. ഈ സൈഡേം നമ്മൾ മിക്കപ്പോഴും കുറച്ചുകൂടെ ഫോർമലായിട്ട് ആണ് യൂസ് ചെയ്യുക. അതായത് സംസാരത്തിൽ യൂസ് ചെയ്യുന്നേക്കാളും നമ്മളിപ്പോൾ ഷ്രൈബനൊക്കെ ഇത് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഒരു രസം ഉണ്ടാവും സെൻറ്റൻസ് വായിക്കാനായിട്ട്. സൈഡേം ഇഷ് ഹിയർ ആർബൈറ്റ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്ത് ചെയ്തു? ഹാബ ഇഷ് ഫീലെ കൊളീഗൻ കെനൻഗെലൻഡ്. ഞാൻ ഒരുപാട് കൊളീഗ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ സെയിം യൂസേജ് നോക്കിക്കോട്ടോ. സൈഡേം വെച്ച് തുടങ്ങി, ആർബൈറ്റ് വേർബാണ്, കോമ വേർബ് ഹാബ്. ഇനി ഒരു സെൻറ്റൻസും കൂടെ നോക്കാം. Ich bin nach Deutschland gekommen. Seitdem lerne ich Deutsch. Ich bin nach Deutschland gekommen. ഞാൻ ജർമ്മനിയിലേക്ക് വന്നു. എന്നിട്ട് എന്താണ്? അപ്പം തൊട്ട് ഞാൻ ജർമ്മൻ പഠിക്കുന്നു. Seitdem lerne ich Deutsch. നമ്മളിപ്പോൾ കണ്ട രണ്ട് വേർഡ്സ് ഏതൊക്കെയാണ്? സൈറ്റും സൈഡേമും. അപ്പോൾ സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാൻ ബി യൂസ്ഡ് വിത്ത് നൗൺസ് അല്ലേ. സൈറ്റ് ഈ ഒരു കൊല്ലം തൊട്ട് എന്നൊക്കെ പറയാനായിട്ട് സൈറ്റ് യൂസ് ചെയ്യാം. സൈഡേം എപ്പോഴാണ്? ഒരു കൺജങ്ഷൻ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സൈഡേം ഓൺലി വിത്ത് സെൻറ്റൻസസ് ഓർ ലിങ്കിങ് ടു സെൻറ്റൻസസ്. നമ്മുടെ അടുത്ത വാക്ക് ബിസ്സാണ്. ബിസ്സിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ. സൈറ്റും സൈഡേമും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ബിസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റ് വരെ, അത് കഴിഞ്ഞിട്ട് ഈ സംഭവം നടന്നിട്ടില്ല. കണ്ട, ഈ ആരോ ഇവിടെ വന്ന് ഈ ചുമരിൽ മുട്ടി നിൽക്കുകയാണ്, ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇതെന്താണ് കാണിക്കുന്നത്? ഒരു കാര്യം നടന്നു കഴിഞ്ഞു, ഇനി അത് നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ബിസ് യൂസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? അൺടിൽ അല്ലെങ്കിൽ ടിൽ
used for an end point in time. It is used with time expressions, can be a preposition or conjunction. അപ്പം ഇത് preposition ആയിട്ടോ conjunction ആയിട്ടോ യൂസ് ചെയ്യാവുന്നതാണ് ബെസ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇഷ് ബ്ലൈബ് ബിസ് ഫ്രൈറ്റാഗ്. ഞാൻ വെള്ളിയാഴ്ച വരെ നിൽക്കും. ഇഷ് ബ്ലൈബ് ബിസ് ഫ്രൈറ്റാഗ്. കണ്ടോ, ഇത് നൗൺ ആണ് അല്ലേ, ഫ്രൈറ്റാഗ്. അപ്പം ബിസ് യൂസ് ചെയ്യാം അതിൻ്റെ മുമ്പിൽ. ദി ബിബ്ലിയോതെക് ഇസ് ബിസ് അക്സൻ ഉഅഗെഓഫ്നെറ്റ്. അപ്പോൾ ബിബ്ലിയോതെക് ലൈബ്രറി 6 മണി വരെ തുറന്നിരിക്കും. കൺജങ്ഷൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. വാറ്റ് ഹിയർ ബിസ് ഇഷ് സുറുക്കോമ. വാറ്റ് ഹിയർ ബിസ് ഇഷ് സുറുക്കോമ. ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ തിരിച്ചു വരുന്നത് വരെ. ഏത് സമയം വരെയാണ്? ഞാൻ തിരിച്ചു വരുന്നത് വരെ. അതുകൊണ്ടാണ് ആ ഒരു സമയത്തിനെ കാണിക്കാനാണ് ഇവിടെ ബിസ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൈബ് സു ഹൗസ് ബിസ് എസ് ഓഫ് ഹോട്ട് സു റേഗ്നൻ. ബ്ലൈബ് സു ഹൗസ് വീട്ടിലിരിക്കൂ. ഏത് വരെ? ബിസ് എസ് ഓഫ് ഹോട്ട് സു റേഗ്നൻ. മഴ കഴിയുന്നത് വരെ വീട്ടിലിരിക്കാൻ. ഓക്കെ, ഈ 4 സെൻറ്റൻസിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് വരത്തേക്കും എന്ന് പറയാനാണ് നമ്മൾ ബിസ് യൂസ് ചെയ്യുന്നത്. ബിസ് ഫ്രൈറ്റാഗ്, ബിസ് അക്സൻ ഉഅ, ബിസ് ഇഷ് സുറുക്കോമ, ബിസ് എസ് ഓഫ് ഹോട്ട് സു റേഗ്നൻ. അപ്പോൾ ബിസ്സും സൈറ്റും സൈറ്റ് ഡേമും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു റീക്യാപ്പ് കൂടി. സൈറ്റും സൈറ്റ് ഡേമും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് നൗ. ഇന്നു വരെ അല്ലെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ എന്ന് കാണിക്കാനാണ് സൈറ്റും സൈറ്റ് ഡേമും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിസ് എന്ന് വെച്ചാൽ എൻഡിങ് പോയിന്റ് ആണ്. അൺടിൽ സംതിങ് ഹാപ്പൻസ് ഓർ അൺടിൽ എ ടൈം. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം വരെ എന്ന് കാണിക്കാനാണ് ബിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.